ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് അവിൽ കൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ലഡു ഉണ്ടാക്കിയാലോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുക്കുന്നത് 1 കപ്പ് അവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ 1 കപ്പ് കടലയും എടുത്തിട്ടുണ്ട്, നിലക്കടലയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് തേങ്ങയും വേണം, ഒരു 4 അച്ച് ശർക്കരയും കൂടെ വേണം കേട്ടോ. ഇത്രയാണ് നമുക്കിത് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ. അപ്പോൾ ഞാനിവിടെ അടുപ്പത്തൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അവിലിട്ട് കൊടുക്കുക കേട്ടോ. അതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കേണ്ട ആവശ്യമുണ്ട്. അതിനായിട്ട് ഒരുപാട് വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇതൊന്ന് പൊടിക്കാനുള്ളൊരു പാകത്തിനാക്കി എടുത്താൽ മതി കേട്ടോ. ഇനി അതേ പാനിൽ തന്നെ നമുക്ക് കടലയും കൂടി വറുത്തെടുക്കാം കേട്ടോ. 1 കപ്പ് നിലക്കടലയാണ് ഇട്ടിട്ടുള്ളത്. അതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അതിൽ എണ്ണ ഒന്നും ഒഴിച്ച് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വെറുതെ ചട്ടിയിൽ വെച്ചിട്ട് ഒന്ന് വറുത്തെടുത്താൽ മതി. അതൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം അതൊന്ന് മാറ്റി വയ്ക്കുക. ഇനി ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് 4 അച്ച് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് വെള്ളമാക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് അതൊന്ന് പാനിയാക്കിയിട്ട് എടുത്താൽ മതി. അതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് അതൊന്ന് പാനിയാക്കിയെടുത്ത് അതും കൂടെ മാറ്റി വയ്ക്കുക. ശർക്കര ഒന്ന് ഉരുക്കി റെഡിയാവട്ടെ കേട്ടോ. അപ്പോഴേക്ക് നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമുക്ക് അവിൽ ഒന്ന് അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. ഇത് അതേപോലെ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കുമ്പോഴേക്ക് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും കേട്ടോ. അതേപോലെ അതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കുക. അതൊന്നൊരു പാത്രത്തിലേക്ക് നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി അതേപോലെ തന്നെ അതേ മിക്സിയിൽ തന്നെ നമുക്ക് കടലയും കൂടി ഇതേപോലെ പൊടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള കടലയുടെ തൊലിയൊക്കെ മാറ്റിയിട്ട് ഇത് അതേപോലെ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു 4 ബദാമും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ഇടേണ്ട ആവശ്യമില്ല. കടല മാത്രം ഇട്ടാൽ മതി കേട്ടോ. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം ഇതേപോലെ ഒരു മിക്സിയുടെ ജാറെടുത്ത് നമുക്കത് അതിലേക്ക് ഇട്ടിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. നന്നായിട്ട് പൊടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് അവിൽ പൊടിച്ചത് മാത്രം ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. അവിലിൻ്റെ പൊടി മാത്രമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. അതിലേക്ക് 1 കപ്പ് തേങ്ങ ചെറുതാക്കിയതും കൂടി ചെരുവിയതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അതും കൂടി ഇട്ടിട്ട് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഞാനിവിടെ എണ്ണ ഒന്നും ഒഴിക്കുന്നില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ചട്ടിയിലിട്ടിട്ട് അതൊന്ന് ചൂടാക്കിയാൽ മതി. അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി കുറേശ്ശെ ഒഴിച്ച് കൊടുക്കുക. അതൊന്ന് ഒഴിച്ചിട്ട് ശർക്കരയൊക്കെ ഒന്ന് പിടിക്കുന്നത് വരയ്ക്കും ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഇനി നമുക്ക് അവസാനമായിട്ട് നേരത്തെ കടല പൊടിച്ച് വെച്ചിട്ടുള്ളതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ശർക്കര ഒന്ന് പിടിക്കുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. രണ്ടും കൂടി മിക്സ് ചെയ്തതിന് ശേഷം കടല ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകരുത് കേട്ടോ. ഇടയിൽ കുറച്ച് കടല കിടക്കുന്ന ആ ഒരു പരുവത്തിൽ പൊടിച്ചെടുത്താൽ മതി. അതെല്ലാം കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി അവസാനമായിട്ട് ഞാൻ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. വേറെ എണ്ണ ഒന്നും ചേർക്കുന്നില്ല. കാരണം കടലയുടെ എണ്ണ അതിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടാവും. വേറെ എണ്ണയുടെ ഒന്നും ആവശ്യമില്ല. ഞാൻ അതൊക്കെ ഒന്ന് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് മാത്രം അതിൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടി കുറച്ച് നെയ്യ് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി അതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഓരോ ബോളുകളാക്കിയിട്ട് കയ്യിൽ വെച്ചിട്ട് തന്നെ ഓരോ ബോളുകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ലഡു ഉണ്ടാക്കാനായിട്ട്. വളരെ സിമ്പിളാണ്. അതേപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ലഡുവാണ്. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്ക് കൊടുക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു ലഡുവാണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ മറ്റൊരു വീഡിയോ വിശേഷം ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.